നമ്മളുടെ കുറവ് മനസ്സിലാക്കാണ്ട് നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഇപ്പം ഞാനൊരു നല്ല മാർക്കറ്റിയറാണെന്ന് വിചാരിക്കുക. ഞാനൊരു 10 പേരുടെ മാർക്കറ്റ് ചെയ്യാൻ വെച്ചിട്ടൊന്നും എൻ്റെ ബിസിനസ് വലുതാവുമ്പോഴല്ല. എന്നാൽ എൻ്റെ കുറവ് ചിലപ്പോൾ കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള കഴിവില്ലായ്മയായിരിക്കും. ഞാൻ ആദ്യം കറക്റ്റ് ചെയ്യേണ്ട എൻ്റെ ആ കഴിവില്ലായ്മയ്ക്കുള്ള ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളെക്കാട്ടിലും കഴിവുള്ള ആൾക്കാരവിടെ വരും. നമ്മളെക്കാട്ടിലും കഴിവുള്ള ആൾക്കാർ വരുമ്പോഴാണ് ശരിക്കും അവർക്ക് സ്കെയിലപ്പ് ചെയ്യപ്പെടുന്നത്. ഈ സ്കെയിലപ്പ് ചെയ്ത് പോകുന്നൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാകുന്നത്. ആ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പാലക്കാടും തിരുവനന്തപുരത്തും എല്ലാം ബ്രാഞ്ചുകൾ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രോപ്പർ സിസ്റ്റം ആൻഡ് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഈ സിസ്റ്റം പഠിച്ചിട്ട് ഈ പ്രോസസ്സ് മനസ്സിലാക്കിയുള്ള ടീം മെമ്പേഴ്സ് ഉണ്ടാവണം. അവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒരു വലിയ വിഷൻ ക്യാരി ചെയ്യാനുള്ള മനസ്സുണ്ടാവും. നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഡെഡിക്കേറ്റ് ചെയ്യപ്പെടാത്തടത്തോളം കാലം ഒരു ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റില്ല.